ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മഹാനിയോഗത്തിൽ രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. സാക്ഷ്യം വഹിക്കണം എന്നുള്ളത് കർത്താവ് മഹാനിയോഗത്തിൽ നൽകിയിരുന്നു എന്നുള്ളതായ കാര്യം നമ്മൾ കാണുവാൻ ഇടയായിട്ട് തീർന്നു. സാക്ഷ്യം വഹിച്ചതിൽ വളരെ മനോഹരമായൊരു മാതൃകാ പുരുഷനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ധ്യാനിക്കാനിടയായിട്ട് തീർന്നു. പിറവിയിലെ കുരുടനായിരുന്നവൻ സൗഖ്യം ലഭിച്ചപ്പോൾ അവൻ എത്ര ഉത്സാഹത്തോടു കൂടിയാണ് സാക്ഷ്യം വഹിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടു. ഏത് കാലഘട്ടത്തിലും സാക്ഷ്യം വഹിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള മനോഹരമായ മാതൃക നമ്മൾ അവിടെ നിന്ന് ഉൾക്കൊള്ളുകയുണ്ടായി. രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒടുവിൽ ചിന്തിക്കാനായിട്ട് തുടങ്ങിയത്. എങ്ങനെ സാക്ഷ്യം വഹിക്കണം? ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നിന്നാണ് ചിന്തിച്ചത്. ആ വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അതിനൊരു കൊച്ചു ഉത്തരം നമ്മൾ ചിന്തിച്ചായിരുന്നു. ആ ഉത്തരവെന്ന് പറയാമോ ആർക്കെങ്കിലും? എങ്ങനെ സാക്ഷ്യം വഹിക്കണം? ശക്തിയോടെ സാക്ഷ്യം വഹിക്കണം. നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞ വാക്കുകൾ ആ വലിയ സത്യത്തെ വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്നുള്ളതായ വളരെ മനോഹരമായ വാക്കുകൾ നാം ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം ചിന്തിക്കാനായിട്ട് ശ്രമിച്ചത്, പരിശുദ്ധാത്മ നിറവിൻ്റെ ശക്തിയിലാണ് ഫലകരമായി സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു ഗ്രഹപാഠം പറഞ്ഞായിരുന്നു. പരിശുദ്ധാത്മ നിറവിലൊരു വിശ്വാസി ജീവിച്ചാൽ ആത്മാവിൻ്റെ ഫലം ആ വ്യക്തിയിൽ നിന്നും സ്വാഭാവികമായി പുറപ്പെടും. അപ്പോൾ അതും സാക്ഷ്യം വഹിക്കുന്നതും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ആത്മാവിൻ്റെ ഫലത്തിൽ ഒരു ഫലത്തെക്കുറിച്ച് ഫലത്തിലെ ഒരു ഭാഗത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു. ആ ലിസ്റ്റിൽ ആദ്യത്തേത് ഏതാണ്? സ്നേഹം. അപ്പോൾ നമുക്ക് ഈ ആത്മനിറവിൽ സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ സാക്ഷ്യം നൽകുവാനായിട്ട് കഴിയും എന്നുള്ളത് നമ്മൾ ഓർത്തു. അത് നമ്മൾ സാധാരണ ഓർക്കുന്നതായൊരു കാര്യവുമാണ്. കാരണം സ്നേഹം എന്നുള്ളത് സുവിശേഷവൽക്കരണത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമായിട്ടാണല്ലോ ഇരിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോഴും ഒക്കെ നമ്മൾ അതിൻ്റെ പിമ്പിൽ വെളിപ്പെട്ട ദൈവസ്നേഹത്തെയാണ് വെളിപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ ആ പ്രസംഗത്തോട് ചേർന്ന് നമുക്ക് ആത്മനിറവിൽ ജീവിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ സാക്ഷ്യം കൊടുക്കാനായിട്ട് സാധിക്കും. മാളികമുറിയിലെ പ്രസംഗത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞൊരു വാക്യം ഇവിടെ ചേർത്ത് ഓർത്താൽ വളരെ എളുപ്പത്തിൽ നമുക്കത് മനസ്സിലാകും. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. 13-34 വാക്യം. 35 വാക്യം നാം പറയുന്ന വിശദീകരിക്കാൻ ശ്രമിക്കുന്ന സത്യത്തിൻ്റെ തെളിവാണ്. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. അപ്പോൾ സ്നേഹത്തിൻ്റെ സാക്ഷ്യം എന്നുള്ളത് എത്രയോ മനോഹരമായിട്ടുള്ളതായ
ഒന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ സാക്ഷ്യം, കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം നിർവഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നൽകാനായിട്ട് സാധിക്കട്ടെ. ബാക്കി 8 കാര്യങ്ങളെക്കുറിച്ചുള്ളതായ ഒരു ലളിതമായ ഗ്രഹപാഠം ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു. നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒത്തിരി വിശദമായിട്ട് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നില്ല. ഞാനും ഈ വഴിയിൽ ആദ്യമായിട്ടാണ് ഈ കാര്യം ചിന്തിക്കാനിടയായിട്ട് തീർന്നത്. അതുകൊണ്ട് ഞാൻ ഓരോ സംഭവങ്ങൾ ആ ബന്ധത്തിലൊന്ന് പരാമർശിച്ച് മാത്രം പോകാം. ഇത് കൂടുതൽ വിശദമായി ധ്യാനിക്കുന്നത് നന്നായിരിക്കും എന്ന് ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം, ആത്മാവിൻ്റെ ഫലത്തിൽ രണ്ടാമത്തേത് ഏതാണ്? സന്തോഷം. നമുക്കറിയാം, നമുക്ക് ഒരുമിച്ചുള്ള സന്തോഷത്തിൻ്റെ സാക്ഷ്യം നിർവഹിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് വളരെ മനോഹരമായിട്ടുള്ളതായൊരു കാര്യമാണ്. സഭയുടെ പ്രാരംഭകാല ചരിത്രത്തിൽ നമുക്ക് ഈ സത്യം ആവർത്തിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ സാഹോദര്യ ബന്ധം ഏറ്റവും നന്നായി സൂക്ഷിക്കുമ്പോൾ ഒരുമിച്ച് സന്തോഷിക്കാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങളേതെങ്കിലും ചിന്തിച്ചോ എന്നെനിക്കറിയാൻ പാടില്ല. ഞാൻ ചിന്തിച്ചതായ ചരിത്രഭാഗം ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ യോസേപ്പും സഹോദരന്മാരും ഒരുമിച്ച് സന്തോഷിച്ച ഒരു മനോഹരമായ രേഖ നമുക്കവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പരിചയമുള്ളതായതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോകാം. യോസേപ്പ് സഹോദരന്മാരെ ചുംബിച്ചു, കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പിന്നെ നമ്മൾ വായിക്കുന്നൊരു വാക്ക്, അതിൻ്റെ ശേഷം സഹോദരന്മാർ അവനുമായി സല്ലപിച്ചു. അപ്പോൾ യോസേപ്പും സഹോദരന്മാരും ഒരുമിച്ച് അനുഭവിച്ചതായ ആ സന്തോഷം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഈ സന്തോഷം മിസ്രയീമിനെ പോലും അത്ഭുതപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നു. കാരണം ആഹാരം വാങ്ങിക്കാനായിട്ട് വന്ന ആളുകളായിട്ടാണ് മിസ്രയീം ഇവരെ കാണുന്നത്. എന്നാൽ ഇവർക്ക് തമ്മിലുണ്ടായിരുന്ന അതിശ്രേഷ്ഠമായ ബന്ധത്തിൻ്റെ വെളിപ്പെടുത്തൽ എന്തൊരു വലിയ സന്തോഷത്തിലേക്കാണ് അവരെ നയിച്ചത് എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കും പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കുമ്പോൾ സന്തോഷത്തോടെ സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കും. ഒരു സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ സന്തോഷിപ്പിൻ എന്ന് ആവർത്തിച്ച് പറയുന്നൊരു ലേഖനമുണ്ടല്ലോ. ഫിലിപ്പ് ലേഖനത്തിൽ എത്രയോ വട്ടമാണ് ആവർത്തിക്കുന്നത്. ദേവദാസൻ കാരാഗൃഹത്തിൽ കിടന്നാണ് ഈ ലേഖനം എഴുതുന്നത് എന്നിരിക്കലും ആവർത്തിച്ച് ഈ കാര്യം അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ആ കൽപ്പനയുടെ കൂട്ടത്തിൽ പറയുന്നുണ്ട്, ഒടുവിൽ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. അപ്പോൾ സന്തോഷം കർത്താവിലാണെങ്കിൽ ആ സന്തോഷം നിലനിൽക്കും. സന്തോഷം വേറെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിലാണെങ്കിൽ അത് കുറയുമ്പോൾ സന്തോഷവും കുറഞ്ഞു പോകുവാൻ ഇടയായിട്ട് തീരും. പൗലോസ് ഇവിടെ പറയുന്നതായ കാര്യം, ക്രിസ്തീയ ജീവിതത്തിലെ സന്തോഷം മറ്റ് കാര്യങ്ങളോട് ബന്ധപ്പെട്ട് നഷ്ടമാകാവുന്നതല്ല. യെശയ്യാപ്രവചനത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ രക്ഷയുടെ ഉറവിൽ നിന്ന് എങ്ങനെ കോരാൻ പറയുകയാണ്? സന്തോഷത്തോടെ കോരണം. അതുകൊണ്ട് നമ്മുടെ കർത്താവിനെ ഓർക്കുമ്പോൾ കർത്താവ് നമുക്കെന്ന ഏറ്റവും വലിയ ദാനത്തെക്കുറിച്ചുള്ളതായ തിരിച്ചറിവ് നമ്മെ ഭരിക്കാനിടയായിട്ട് തീരുമ്പോൾ ഏത് ദുഃഖങ്ങളെയും മറികടക്കുന്നതായ സന്തോഷത്തിൻ്റെ സാക്ഷ്യം നമുക്ക് നൽകാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഇത് എത്രത്തോളം സാധിക്കുന്നു
എന്നുള്ളത് വിലയിരുത്തുവാനായിട്ട് സാധിക്കട്ടെ. മൂന്നാമത്തെ വാക്ക് സമാധാനം ആത്മാവിൻ്റെ ഫലത്തിൽ. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം നമുക്ക് ഒന്നങ്ങ് വായിച്ച് പോകാം എന്ന് കരുതുന്നു. യോസേഫിന്റെ സഹോദരന്മാർ വന്നിരിക്കുന്നു എന്നുള്ള കേൾവി ഫറവോന്റെ അരമനയിലെത്തി. അത് ഫറവോനും അവൻ്റെ ഭൃത്യന്മാർക്കും സന്തോഷമായി. അപ്പോൾ അവിടെ ഇവരൊരുമിച്ച് അനുഭവിച്ചതായ സമാധാനം ആർക്കും സന്തോഷമായി. മിസ്രയീമിനും ഫറവോനും സന്തോഷമായി എന്ന് നമ്മൾ കാണുകയാണ്. നാം അനുഭവിക്കുന്ന സമാധാനം എന്നുള്ളത് ആരുടെ സമാധാനമാണ്? കർത്താവിൻ്റെ സമാധാനമാണ്. കർത്താവ് പറഞ്ഞത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നാം സുവിശേഷത്താൽ, ഇങ്ങനെ ചേർത്ത് പറയട്ടെ, സമാധാന സുവിശേഷത്താൽ രക്ഷിക്കപ്പെട്ടപ്പോൾ, കൃപയിലേക്ക് വന്നപ്പോൾ നമുക്ക് ലഭിച്ച സമാധാനം എത്രയോ ശ്രേഷ്ഠമാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്. നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ടായി, മാത്രമല്ല അന്യോന്യമുള്ള സമാധാനത്തിൽ ജീവിക്കത്തക്കവണ്ണമുള്ളതായ വലിയ സാധ്യതയിലേക്കാണ് സ്വർഗത്തിലെ ദൈവം കൊണ്ടുവന്നത് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കുന്നത് അതിൽ തന്നെ എത്രയോ മനോഹരമാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുകയാണ്. നാലാമത്തേത് ദീർഘക്ഷമ. അപ്പോൾ ആത്മാവിൻ്റെ ഫലത്തിൽ ദീർഘക്ഷമ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വേദപുസ്തകത്തിൽ അത് വെളിപ്പെട്ട ഏതെങ്കിലും സംഭവം നിങ്ങൾ ചിന്തിച്ചായിരുന്നോ? എങ്ങനെ? ക്രൂശ് മരണം കൊണ്ടുണ്ടായ സമാധാനം, അതാണ്. അല്ല, ദീർഘക്ഷമ. ക്രൂശിലെ ദീർഘക്ഷമ. അതെ, അത് വളരെ മനോഹരമായിട്ടുള്ളതായൊരു സത്യമാണ്. ലൂക്കോസ് 23:34 വാക്യം അല്ലേ? ഞാൻ ഓർത്തത് അതിനോട് ബന്ധപ്പെട്ടതായൊരു വാക്യമാണ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 59-ഉം 60-ഉം വാക്യങ്ങൾ. ക്രൂശിലെ പ്രാർത്ഥനയുടെ ഒരു പ്രതിധ്വനിയാണത്. ഒരുപോലിരിക്കുന്ന പ്രാർത്ഥന. പക്ഷെ ഇവിടെ പ്രാർത്ഥിക്കുന്ന ആൾ വേറെയാണെന്ന് മാത്രമേ ഉള്ളൂ. സ്തേഫാനോസാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ദീർഘക്ഷമ വളരെ വേദനയുള്ളൊരു സാഹചര്യത്തിൽ ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് വെളിപ്പെടാൻ ഇടയായിട്ട് തീർന്നതിൻ്റെ മഹത്വം നമുക്കവിടെ ഓർക്കാനായിട്ട് സാധിക്കുക. വിശദീകരിക്കുന്നില്ല, എങ്കിലും ആ വാക്യം നമുക്കൊന്നങ്ങ് വായിച്ചു പോകാം. മിക്കവാറും നമുക്ക് മനപ്പാടം അറിയാവുന്ന വാക്യമായിരിക്കും. 7-ാം അധ്യായത്തിൻ്റെ 59-ഉം 60-ഉം വാക്യങ്ങൾ. എന്തൊരു മനോഹരമായ വാക്കുകളാണ് നമുക്കിവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നത്. ദീർഘക്ഷമയുടെ ദീർഘം എവിടം വരെ ഉണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ പ്രയാസമാണ്. ഒരുപക്ഷെ അത് ഏറ്റവും മനോഹരമായി വെളിപ്പെട്ടതായൊരു സന്ദർഭമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സ്തേഫാനോസ് ഈ സാക്ഷ്യം കൊടുത്തിട്ട് നൂറ്റാണ്ടുകൾ 20 പിന്നിട്ടു. പക്ഷേ സ്തേഫാനോസ് കൊടുത്ത ആ സാക്ഷ്യത്തിൻ്റെ മാധുര്യം ഇതുവരെ കുറയാനിടയായിട്ട് തീർന്നിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, പരിശുദ്ധാത്മ ശക്തിയോടെ നാം സാക്ഷ്യം വഹിക്കുവാൻ ഇടയായിട്ട് തീരുന്നത് അതിൽ തന്നെ
എത്രത്തോളം ദൈവത്തിന് മഹത്വം കിട്ടുവാൻ കാരണമായിട്ട് തീരും. വളരെ ഫലം കായ്ക്കുന്നതിൽ ആര് മഹത്വപ്പെടും? പിതാവ് മഹത്വപ്പെടും. അപ്പോൾ പിതാവയച്ച പുത്രനെ പ്രസംഗിച്ച സ്തേഫാനോസ് നൽകിയതായ ഈ സാക്ഷ്യം കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായിട്ട് എത്രയോ ജീവിതങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. എത്രയോ പേര് ഇങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാഗ്രഹിക്കുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് തൻ്റെ മരണവേളയിൽ സ്തേഫാനോസ് നൽകിയതായ ഈ ശക്തമായ സാക്ഷ്യം നൂറ്റാണ്ടുകളായിട്ട് അതിൻ്റെ പ്രകാശം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും നമുക്ക് ആത്മനിറവിൽ ജീവിക്കാം. ഏത് വില കൊടുത്തും നമുക്ക് അങ്ങനെ ജീവിക്കാനായിട്ട് സാധിച്ചാൽ നാം കൊടുക്കുന്ന സാക്ഷ്യം അതിൽ തന്നെ എത്രയോ മനോഹരമായിരിക്കും. ഇത്രയും സങ്കീർണമായൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കപ്പെട്ടു എന്ന് വരികയില്ല. സാധ്യത വളരെ കുറവാണ്. എന്നാൽ ക്ഷമയോടെ സാക്ഷ്യം കൊടുക്കാനായിട്ട് സാധിക്കുന്ന എത്രയോ സന്ദർഭങ്ങൾ നമുക്ക് ഓരോ ദിവസവും കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളെ നാം എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്, നമ്മുടെ പ്രതികരണം എങ്ങനെയാണെന്നുള്ളത് ഈ വലിയ സത്യം നമ്മെ പഠിപ്പിച്ച കർത്താവ് സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്നുമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും നമ്മുടെ കർത്താവിന് പ്രസാദകരമായ നിലയിൽ, നമ്മുടെ കർത്താവിനെ അയച്ച പിതാവിന് പ്രസാദകരമായ നിലയിൽ പരിശുദ്ധാത്മ നിറവിൻ്റെ ഈ വലിയ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്താനായിട്ട് കഴിയേണ്ടിയിരിക്കുന്നു. ഞാൻ ഒരു വാക്കുകൂടി ഒന്ന് ചേർത്ത് പറയട്ടെ. ഒരു സഭയിൽ അന്യോന്യമുള്ള പെരുമാറ്റത്തിൽ ദീർഘക്ഷമയോടെ സഭാംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിച്ചാൽ ഏത് ഭിന്നതയുടെയും വഴക്കിൻ്റെയും സാഹചര്യങ്ങളെയും വിജയകരമായിട്ട് അതിജീവിക്കാനായിട്ട് കഴിയും. വിവാഹ പ്രസംഗങ്ങളിലൊക്കെ സാധാരണ പറയുമല്ലോ, അന്യോന്യം സ്നേഹിക്കുകയും അന്യോന്യം ക്ഷമിക്കുകയും ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാരാണ് വിജയകരമായിട്ട് സമാധാനത്തോടെ കുടുംബജീവിതം നയിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് അത് എത്രയോ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. നമ്മൾ കർത്തൃമേശയിൽ പങ്കുകൊള്ളുമ്പോൾ ഓർക്കുന്നൊരു കാര്യം കൂടി ഞാൻ ഓർത്തോട്ടെ. ഞാൻ ഇന്നലെ രാത്രിയിൽ ആ വഴിയിൽ ചില കാര്യങ്ങൾ ഒരു പാഠത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാനിടയായിട്ട് തീർന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. അപ്പോൾ അത് നമ്മൾ കർത്തൃമേശയിൽ പങ്കുകൊള്ളുമ്പോൾ വെളിപ്പെടുത്തുന്നതായൊരു സാക്ഷ്യമാണ്. അപ്പോൾ അതൊരു ഐക്യതയുടെ സാക്ഷ്യമാണ്. അപ്പോൾ ഈ ഐക്യതയുടെ സാക്ഷ്യം ശരിക്കും സൂക്ഷിക്കാനായിട്ട് സാധിക്കണം എന്ന് വരികിൽ നമ്മൾ ദീർഘക്ഷമ ധരിച്ച് ജീവിക്കുന്നവർ ആയിരിക്കണം. അങ്ങനെയുള്ള വിശ്വാസികൾക്ക് മാത്രമേ ഈ സാക്ഷ്യം ഫലകരമായി സൂക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. ഞാൻ വേറൊരു വാക്യം കൂടി ചേർത്ത് പറയുകയാണ്. എഫേസ്യർ 4-ാം വാക്യം നമുക്കറിയാം. ആത്മാവിൻ്റെ ഐക്യത സമാധാനം എന്നതിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. ആ ശ്രമത്തിൽ ഏർപ്പെടണം. അപ്പോൾ ആ ശ്രമത്തിൽ ഏർപ്പെടുന്ന ആളുകൾ എങ്ങനെ നടക്കണമെന്ന് 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ആ വാക്യം ഒന്ന് വായിക്കാമോ? എഫേസ്യർ 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ എങ്ങനെ നടക്കുന്നവരാണ് ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കാൻ ശ്രമിക്കേണ്ടത്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം 2-ാം വാക്യത്തിലുണ്ട്. പൂർണ്ണ വിനയത്തോടെ നടക്കുന്നവർ, സൗമ്യതയോടെ നടക്കുന്നവർ, പിന്നെ ദീർഘക്ഷമയോടെ നടക്കുന്നവർ, സ്നേഹത്തിൽ എല്ലാം പൊറുക്കുന്നവരായി നടക്കുന്നവർ. പ്രിയപ്പെട്ടവരെ, ഈ 4 വാക്കുകൾ അടിസ്ഥാനപരമായിട്ട് നമുക്ക് കുറിക്കൊണ്ട് അങ്ങനെ നടക്കാൻ സാധിച്ചാൽ
നമുക്ക് ആത്മാവിൻ്റെ ഐക്യത സമാധാനമെന്തിൽ കാക്കാനായിട്ട് ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. അതൊരു ഭാരമായിട്ട് തീരുകയില്ല. അതുകൊണ്ട് നമുക്കറിയാം, പരിശുദ്ധാത്മ നിറവിൽ ഒരു ദൈവ പൈതൽ ജീവിക്കുന്നത് എത്രയോ അനുഗ്രഹീതമായ സാക്ഷ്യത്തിന് മുഖാന്തരമായിട്ട് തീരും എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അഞ്ചാമത്തേത് ദയയാണ്. വേദപുസ്തകത്തിൽ ദയ വെളിപ്പെട്ടതായ ഒരു സംഭവം നിങ്ങളാരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നു? ദാവീദിൻ്റെ വാക്കുകൾ നമ്മൾ മിക്കവാറും ആരാധനയിൽ ഓർക്കാറുണ്ട്. 2 ശമൂവേൽ 9-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ യോനാഥാൻ്റെ നിമിത്തം ദയ കാണിക്കാനാണ് ദാവീദ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ 3-ാം വാക്യത്തിൽ വരുമ്പോൾ ദാവീദ് പറയുന്നത്, ഞാൻ ആരുടെ ദയ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്? ദൈവത്തിൻ്റെ ദയ കാണിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആ സംഭവത്തിൻ്റെ വിശദീകരണം പറയേണ്ടതായ ആവശ്യമില്ലല്ലോ. നമുക്ക് എന്തോ ഒരു സുപരിതമായൊരു സംഭവമാണ്. ഇന്ന് നമ്മൾ ആ സംഭവം വായിക്കുമ്പോൾ നമുക്ക് എന്തൊരു പുതുമയാണ് തോന്നുന്നത്. എത്ര വലിയ ആവേശമാണ് നമ്മുടെ ഹൃദയത്തെ ഭരിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്, പ്രിയപ്പെട്ടവരെയും. അപ്പോൾ ദാവീദ് തൻ്റെ ആയിരുന്ന ശൗലിൻ്റെ കുടുംബത്തോട് കാണിച്ച അസാധാരണമായ ദയയുടെ ആ ചരിത്രം അനേക നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇപ്പോഴും നമ്മളൊരർത്ഥത്തിൽ അത് ആഘോഷിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നമുക്ക് ദൈവത്തിൻ്റെ ദയ കാണിക്കാനായിട്ടുള്ള അവസരങ്ങളെ ദൈവം തരുമ്പോൾ അത് പ്രയോജനപ്പെടുത്താൻ ഇടയായിട്ട് തീരുന്നത് എത്ര മനോഹരമായ സാക്ഷ്യമായിരിക്കും എന്നുള്ളതായ സത്യം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. 6-ാമത്തേതാണ് ആത്മാവിൻ്റെ ഫലത്തിൽ പരോപകാരം. നിങ്ങളേതെങ്കിലും സംഭവം വേദപുസ്തകത്തിൽ നിന്ന് ശ്രദ്ധിച്ചായിരുന്നു? പരോപകാരം. രാജാക്കന്മാർ 2-ാം പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം ഒന്ന് നോട്ട് ചെയ്തിട്ടുള്ളൂ. ആ വാക്യം മാത്രം നമുക്കൊന്ന് വായിക്കാം. എൻ്റെ മനസ്സിൽ വന്നത് ആ വാക്യമാണ്. ഒന്ന് വായിച്ചോളൂ. 2 രാജാക്കന്മാർ 6-ന്റെ 23-ാമത്തെ വാക്യം. റെഫറൻസ് മാറിപ്പോയി. ഇതൊരു അസാധാരണമായിട്ടുള്ള സംഭവമാണ്. അരാമ്യ പടക്കൂട്ടങ്ങൾ ശരിക്കും ഏലീശയെ പിടിക്കാനായിട്ട് വന്നതാണ്. ഇപ്പോൾ ഏലീശ അവരെ എങ്ങോട്ട് പറഞ്ഞയച്ചു? ശമര്യയിലേക്ക്, രാജാവിൻ്റെ പട്ടണത്തിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ഈ ശത്രുവിൻ്റെ സൈന്യം അവിടെ ചെല്ലുമ്പോൾ ഈ രാജാവിൻ്റെ ആളുകൾ ചോദിക്കുന്നുണ്ട്, ഇവരെ വെട്ടിക്കളയട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എലീശ പറഞ്ഞു, അല്ലല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവർ നമ്മുടെ അടുത്ത് വന്ന ആളുകളല്ലേ, അവർക്കൊരു വിരുന്ന് കൊടുത്ത് വിടണം. എനിക്ക് ആ വാക്ക് ഭയങ്കര അതിശയമായി തോന്നി. അങ്ങനെ അവർക്ക് ചെറിയ വിരുന്നല്ല, വലിയൊരു വിരുന്ന് ഒരുക്കി. അവർ തിന്നു കുടിച്ച ശേഷം അവരെ വിട്ടയച്ചു. ഇതിനേക്കാൾ വലിയ പരോപകാരത്തിൻ്റെ ചരിത്രം ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ആക്രമിക്കാൻ വന്ന ആളുകൾക്ക്, ആ സൈന്യത്തിന് വലിയൊരു വിരുന്നൊരുക്കി അവരത് ഭക്ഷിച്ച് അവരുടെ നാട്ടിലേക്ക് പോകാൻ ഇടയായിട്ട് തീർന്നു. ഒടുവിലത്തെ വാചകം വളരെ ശ്രദ്ധേയമാണ് കേട്ടോ. അരാമ്യ പടക്കൂട്ടങ്ങൾ ഇസ്രയേൽ ദേശത്തേക്ക് പിന്നെ വന്നില്ല. അപ്പോൾ ഈ പരോപകാരം എന്നുള്ളത് ഏറെ ജീവിത രൂപാന്തരത്തിലേക്ക് നയിക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ദൈവം
നമുക്കാണത് സാധിക്കുന്ന ആളുകൾ, കാരണം ആത്മാവിൻ്റെ ഫലത്തിൽപ്പെട്ടതാണ് അത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഒരു ദൈവപൈതൽ ജീവിക്കുമ്പോഴും ഇത് പ്രായോഗിക തലത്തിൽ നമുക്ക് സാക്ഷ്യപ്പെടുത്താനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഏഴാമത്തേത് വിശ്വസ്തതയാണ്. വിശ്വസ്തതയാണ്. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാവുന്നൊരു ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ചരിത്രം നിങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആ വാക്യം നമുക്കൊന്ന് വായിച്ചു പോകാം. 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. അവർ അവളോട്, ഞങ്ങളുടെ ഈ കാര്യം നിങ്ങൾ അറിയിക്കാതിരുന്നാൽ നിങ്ങളുടെ ജീവന് പകരം ഞങ്ങളുടെ ജീവൻ വെച്ചുകൊടുക്കും. യഹോവ ഈ ദേശം ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾ നിന്നോട് ദയയും വിശ്വസ്തതയും കാണിക്കും. ഇതാരോട് പറഞ്ഞാണത്? രാഹാബിനോട് പറഞ്ഞതാണ്. അപ്പോൾ അവർ ഒരു വാഗ്ദത്തം കൊടുത്തിട്ട് പോവുകയാണ്, ഞങ്ങൾ നിന്നോട് ദയയും വിശ്വസ്തതയും കാണിക്കും. അപ്പോൾ ഈ പട്ടണത്തെ കീഴടക്കി കഴിഞ്ഞപ്പോൾ ഈ ദയയും വിശ്വസ്തയും കാണിച്ചു. അവരത് വളരെ കൃത്യമായിട്ട് കാണിച്ചു. അവളും അവളുടെ കുടുംബക്കാരൊക്കെയും വിടുതൽ പ്രാപിക്കുവാൻ ഇടയായിട്ട് തീർന്നു. വിശ്വസ്തത വെളിപ്പെട്ടതായ സന്ദർഭം. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ചേർത്ത് ചിന്തിക്കാവുന്ന 1-2 മേഖലകളൊന്ന് പരാമർശിക്കുകയാണ്. ഇവരിവിടെ എന്തിനാണ് ഇസ്രായേൽ മക്കൾ വിശ്വസ്തത കാണിച്ച് ഈ ചരിത്രത്തിൽ? അവരൊരു വാക്ക് കൊടുത്തായിരുന്നു അല്ലേ? ആ വാക്കിൽ അവർ വിശ്വസ്തത സൂക്ഷിച്ചു. അതുകൊണ്ട് നാം ആത്മനിറവിൻ്റെ സാക്ഷ്യം സൂക്ഷിക്കുമ്പോൾ വിശ്വാസികളിൽ നിന്ന് ലോകം പ്രതീക്ഷിക്കുന്നതായ കാര്യം, മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയേണ്ട കാര്യം, നമ്മളൊരു കാര്യത്തിലൊരു വാക്ക് പറഞ്ഞാൽ അത് വിശ്വസ്തമായി സൂക്ഷിക്കണം. വാക്കല്ലേ മാറ്റാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് സാധാരണ നമ്മൾ കേൾക്കാറുണ്ട്. അത് നമുക്ക് പറ്റിയതായ സ്റ്റേറ്റ്മെൻറ്റ് അല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, വിശ്വസ്തതയുടെ സാക്ഷ്യം എന്നുള്ളത് എത്രയോ മനോഹരമാണ്. എന്ന് പറഞ്ഞാൽ എന്ന് തന്നെ ആയിരിക്കണം, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ ആയിരിക്കണം. വാക്കിലുള്ള വിശ്വസ്തത, സാമ്പത്തികമായ ഇടപാടുകളിലുള്ള വിശ്വസ്തത, ഇതിലൊക്കെയുള്ള അവിശ്വസ്തതകൾ എന്തോ ഒരു വലിയ സാക്ഷ്യക്കുറവിന് പലപ്പോഴും കാരണമായിട്ട് തീരാറുണ്ട്. ചില ഉദാഹരണങ്ങളൊക്കെ എൻ്റെ മനസ്സിലിരിക്കുന്നുണ്ട്, പറയാൻ ലജ്ജയുള്ളത് കൊണ്ട് പറയണ്ട എന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വസ്തതയുടെ സാക്ഷ്യം ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. മലാക്കി പ്രവചനത്തിൽ വിശ്വസ്തത സൂക്ഷിക്കാനായിട്ടൊരു പ്രധാനപ്പെട്ട പ്രബോധനം കുടുംബജീവിതത്തിൽ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ മേഖലയിലൊക്കെ ഏറ്റവും ശരിയായി ജീവിക്കുവാൻ സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കട്ടെ. ഒരു റെഫറൻസ് ഒന്ന് എഴുതിയിട്ടുള്ളൂ. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നാം ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹവിചാരന്മാരാണ്. ഗ്രഹവിചാരന്മാരിൽ അന്വേഷിക്കുന്നത് അവർ വിശ്വസ്തരായിരിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ ഓർപ്പിക്കട്ടെ, നാം സാക്ഷ്യം വഹിക്കുന്ന കൂട്ടത്തിൽ ദൈവത്തിൻ്റെ വചനവും അറിയിക്കുന്ന ആളുകളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഏറ്റവും വിശ്വസ്തമായി അറിയിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ദൈവം നമുക്ക് ഈ മഹാനിയോഗ നിർവഹണത്തിൽ നൽകിയിട്ടുണ്ട്. പോയി പ്രസംഗിക്കുന്നത് നമ്മൾ എന്താണ്? ദൈവത്തിൻ്റെ വചനമാണ്. അത് വിശ്വസ്തമായി പങ്കിടാനായിട്ട് കഴിയണം. നമ്മുടെ കർത്താവിനെക്കുറിച്ച് വെളിപ്പാട് 1-5 ഒരു വാക്കുണ്ടല്ലോ, അവൻ വിശ്വസ്ത സാക്ഷിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മുടെ ഈ ചിന്താവിഷയത്തോട് ചേർത്തും അത് ഓർക്കാം. നമുക്ക് സാക്ഷ്യം വിശ്വസ്തമായി നമ്മുടെ തലമുറയ്ക്ക് നൽകാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വം ഉണ്ട്. 8-ാമത്തേത് സൗമ്യതയാണ്. സൗമ്യതയുടെ ഒത്തിരി സംഭവങ്ങൾ നമുക്ക്
തിരുവെഴുത്തിൽ ഉണ്ട്. നിങ്ങളുടെ മനസ്സിൽ വന്ന സംഭവം ഏതായിരിക്കും? മോശയുടെ സൗമ്യതയാണ്. കാരണം നമ്മുടെ കർത്താവിൻ്റെ സൗമ്യത കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മനോഹരമായി സൗമ്യത സാക്ഷ്യപ്പെടുത്തിയ ആൾ മോശയാണ്. ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും മോശ അതിസൗമ്യനായിരുന്നു എന്നുള്ളതായ സാക്ഷ്യം നമുക്ക് സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൽ വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സൗമ്യതയുടെ സാക്ഷ്യം കൊടുക്കാനായിട്ട് കഴിയണം. ഞാനതിനൊന്ന് തിരിച്ചു പറഞ്ഞോട്ടെ, വിശദീകരണത്തിലേക്ക് ഒത്തിരി പോകുന്നില്ല. ഒന്നാമത് നമുക്ക് ദൈവം മുമ്പാകെ സൗമ്യതയോടെ ജീവിക്കാനായിട്ട് സാധിക്കണം. ദൈവം മുമ്പാകെയുള്ള സൗമ്യത എന്നുള്ളത് ഞാൻ 2 വാചകത്തിൽ ചുരുക്കമായി പറയാം. ഒന്ന്, ദൈവം നടത്തുന്ന എല്ലാ വഴികളെയും തൃപ്തിയോടെ സന്തോഷത്തോടെ സ്വീകരിക്കുക. ഈ വഴിയുടെ ഗുണവും ദോഷവും ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുണ്ടാവില്ല. നമുക്ക് ദൈവം നടന്ന എല്ലാ വഴികളുടെയും ഗുണവും ദോഷവും നമുക്ക് അത്ര മനസ്സിലാവണമെന്ന് നിർബന്ധമില്ലല്ലോ. കാരണം നമ്മുടെ ദൈവത്തിൻ്റെ ജ്ഞാനം എത്രയോ ഉന്നതമാണ്, ശ്രേഷ്ഠമാണ്. അപ്പോൾ ദൈവം നടന്ന ചില വഴികൾ ഇത് കഠിനമായ വഴികളാണല്ലോ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നാം, മറ്റുള്ളവർക്ക് തോന്നാം, പിശാചി ചിലപ്പോൾ നമ്മളങ്ങനെ തോന്നിപ്പിക്കാനുള്ളതായ സാധ്യതയുണ്ട്. പക്ഷെ ദൈവവും ഭാഗ്യമുള്ള സൗമ്യത എന്ന് പറയുന്നത് ദൈവം നടത്തുന്ന എല്ലാ വഴികളെയും പരാതിയില്ലാതെ തൃപ്തിയോടെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ദൈവം നടത്തുന്ന ഒരു വഴിയിൽ പരാതി വന്നാൽ അവിടെ നമ്മുടെ സൗമ്യത നഷ്ടപ്പെടാൻ ഇടയായിട്ട് തീരും. ഫിലിപ്പിയർ 4:5 നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. അടുത്ത വാചകം നിങ്ങൾ ഓർക്കണ്ടോ? കർത്താവ് ഒരുവൻ അടുത്തിരിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, കർത്താവ് ഒരുവൻ അടുത്തിരിക്കുമ്പോൾ ദൈവം നടത്തുന്ന വഴികളെ എല്ലാ തൃപ്തിയോടും കൂടെ ഏറ്റെടുത്തുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് സൗമ്യതയോടെ സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കണം. അത് ദൈവമുമ്പാകെയുള്ള സൗമ്യതയാണ്. ദൈവമുമ്പാകെയുള്ള സൗമ്യതയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട തലം കൂടി ഉണ്ട്. യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ വരുമ്പോൾ അതിൻ്റെ അവിടെ 1-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിൽ വചനം എങ്ങനെ കൈക്കൊള്ളണമെന്ന് പറഞ്ഞേക്കണേ? സൗമ്യതയോടെ കൈക്കൊള്ളണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ചില വചന സത്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കതങ്ങ് ഏറ്റെടുക്കാൻ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷേ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകാനായിട്ട് പാടില്ല. ദൈവം എന്ത് പറയുന്നുവോ അത് അതുപോലെ ഏറ്റെടുക്കാനായിട്ട് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഇത് വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതായൊരു ഘടകമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ എനിക്ക് സ്വീകാര്യമായതൊക്കെ ഏറ്റെടുത്തോളാം, അല്ലാത്ത കാര്യങ്ങൾ ഞാൻ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതായ മനോഭാവം വചനം തരുന്ന കർത്താവിനെ വേദനിപ്പിക്കും. വചനം ആരാ തരുന്നത്? ശരിക്കും കർത്താവാണ് തരുന്നത്. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് തരുന്ന വചനത്തെ എല്ലാ സൗമ്യതയോടും കൂടി ഏറ്റെടുക്കുവാൻ, അത് പ്രമാണിച്ച് ജീവിക്കുവാനുള്ള ഒരുക്കമാണ് ദൈവമുമ്പാകെയുള്ള സൗമ്യത. നമ്മുടെ കർത്താവിനെ അടുത്തിരിക്കുന്ന ഈ നാടുകളിൽ നമുക്ക് ആ സൗമ്യതയുടെ സാക്ഷ്യം ഈ നാടുകളിൽ നൽകാനായിട്ട് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതൊരു തലം. ഇനി മനുഷ്യരുടെ മുമ്പാകെയുള്ള സൗമ്യതയാണ് മോശയുടെ ആ അനുഭവത്തിൽ സംഖ്യ 12-ൽ വെളിപ്പെട്ടത്. അത് നമ്മൾ ഒത്തിരി വിശദമായിട്ടൊക്കെ ചിന്തിച്ചിട്ടുള്ളതാണ്. എല്ലാ പ്രകോപനത്തിനും സാധ്യതയുള്ളതായ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ മനുഷ്യൻ നിൽക്കുകയാണ്. തൻ്റെ മൂത്ത സഹോദരനും സഹോദരിയും അവരങ്ങനെ മോശക്കാരല്ല, അവർ 3 പേരും മോശക്കാരല്ല, അവർ 3 പേരും
ആ തലമുറയിൽ ദൈവജനത്തിന് നേതൃത്വം കൊടുക്കാൻ ദൈവം ഒരു വീട്ടിൽ നിന്ന് എഴുന്നേൽപ്പിച്ച 3 മക്കളാണ്. കാരണം ആ വീട്ടിലാകെ 3 മക്കളേ ഉള്ളൂ. അവർ 3 പേരും ആ തലമുറയിൽ ദൈവത്തിൻ്റെ ജനത്തിന് നേതൃത്വം കൊടുത്ത ആളുകളാണ്. പ്രവാചക പുസ്തകത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ മൂത്ത ജ്യേഷ്ഠനും മൂത്ത പെങ്ങളും കൂടെ ഈ അനുജനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകേണ്ട ആവശ്യമില്ല. പരിചയമില്ലാത്തൊരു വീട്ടിൽ പോയി സംഖ്യാപുസ്തകം 12-ാം അധ്യായം ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. പക്ഷേ വളരെ പ്രയാസം തോന്നാവുന്ന, ആരും പ്രകോപിതരായി പോകാൻ സാധ്യതയുള്ളൊരു വിഷയമായിരുന്നെങ്കിലും മോശ വാ തുറന്നില്ല, ഒരു ഉത്തരവും പറഞ്ഞില്ല. മോശ വാ തുറന്ന് എപ്പോഴാണെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർക്കാറുണ്ട്. മിരിയാം കുഷ്ഠരോഗിണിയാവുമ്പോൾ അവൾക്ക് വേണ്ടി ദൈവത്തോട് നിലവിളിക്കാനാണ് മോശ വാ തുറക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സൗമ്യതയോടെ ഓരോരോ വിഷയങ്ങളിലും ഇടപെടാനായിട്ട് സാധിച്ചാൽ അതെന്തൊരു മനോഹരമായ സാക്ഷ്യമായിരിക്കും. വീടിനകത്താകട്ടെ, സഭയ്ക്കകത്താകട്ടെ, മറ്റുള്ളവരോട് നമ്മൾ പെരുമാറുമ്പോഴാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ സൗമ്യത എത്രയോ മനോഹരമായ സാക്ഷ്യമായിരിക്കും. ഇത് ഓരോ കാര്യങ്ങളും വിശദമായിട്ട് നമുക്ക് ഓർക്കാവുന്നതാണ്. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായിട്ട് വിടുകയാണ്. 9-ാമത്തേത് ഇന്ദ്രിയജയം. അതിലൊരു സംഭവം പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായമായിരിക്കും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരിക. എന്തൊരു വലിയ ജയാളിയെയാണ് നാം ആ അധ്യായത്തിൻ്റെ ചരിത്രത്തിൽ കാണുന്നത്. പിൽക്കാലത്ത് കഴിഞ്ഞ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് യോസേപ്പ് അനേകർക്ക് ഈ വിഷയത്തിൽ അനുഗ്രഹീതമായിട്ടുള്ളതായ മാതൃകയാണ്. ആ സാക്ഷ്യം ഇന്നും ആളുകളെ എത്രയോ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാനിന്ന് രാത്രി ഇങ്ങനെ ആ ഭാഗം ഉപസംഹരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ സാക്ഷ്യം വഹിക്കുമ്പോൾ നമ്മൾ കർത്താവിനെക്കുറിച്ച് പറയും എന്നുള്ളത് മാത്രമല്ല, പിന്നെയോ ആത്മാവിൻ്റെ ഫലം നമ്മിൽ നിന്ന് പുറപ്പെടുവാൻ ഇടയായിട്ട് തീരും. ഈ 9 കൂട്ടം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഫലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടാനിടയായിട്ട് തീർന്നാൽ, പ്രിയപ്പെട്ടവരെയും, നമ്മുടെ ജീവിതം കൊടുക്കുന്ന സാക്ഷ്യം എത്രയോ മനോഹരമായിരിക്കും. ഇവിടെയല്ലേ വ്യാപകമായ പരാജയം നമുക്ക് നേരിടുവാൻ ഇടയായിട്ട് തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് നാം സാക്ഷ്യം വഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ സാക്ഷ്യം വഹിക്കുവാൻ കടപ്പെട്ടവരായിരിക്കുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളാം. ഇതിൽ ഓരോ കാര്യങ്ങളും പ്രത്യേകിച്ച് സാക്ഷ്യപ്പെടുത്താൻ ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? ആത്മനിറവിൽ ജീവിച്ചാൽ മതി. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ട്. ആ ആത്മാവിനെ അനുസരിച്ച് ആത്മനിറവിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ആ കൽപ്പനയോടും കൂടെ പറഞ്ഞ് ഞാനിപ്പോൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. എഫേസ്യർ 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിലാണല്ലോ ആ കൽപ്പന നമുക്ക് കാണാൻ കഴിയുന്നത്. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ച്. പ്രിയപ്പെട്ടവരെയും, അതുകൊണ്ട് നമുക്ക് ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. ആ വലിയ അനുഗ്രഹം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ആത്മാവിനെ അനുസരിച്ച് ആത്മനിറവിൽ ഞാനും നിങ്ങളും ജീവിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കാം. ഇനി ഇത്രയും ഞാൻ വിശദീകരിച്ച ബന്ധത്തിൽ എഫേസ്യർ 5-ന്റെ 21 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് നിങ്ങൾ സാവകാശം ചേർത്ത് ഓർത്താൽ മതി. 22 മുതൽ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണല്ലോ പറയുന്നത്. എഫേസ്യർ 5-ന്റെ 22 മുതൽ എന്ത് വിഷയമാണ് പറയണത്? ഭാര്യമാരുടെ കടപ്പാട് പറയുന്നു, പിന്നെ ഭർത്താക്കന്മാരുടെ കടപ്പാട് പറയുന്നു, പിന്നെ മക്കളുടെ കടപ്പാട് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, പിന്നെ മാതാപിതാക്കളുടെ കടപ്പാട് 6-ന്റെ 4-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ പറയുന്നു,
പിന്നെ ദാസന്മാരുടെ ഉത്തരവാദിത്വം പറയുന്നു. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ ഓർപ്പിക്കട്ടെ. പരിശുദ്ധാത്മ നിറവിൽ ജീവിച്ചാൽ ഭാര്യയുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി ചെയ്യും, ഭർത്താവിൻ്റെ കടപ്പാടുകളും ഭംഗിയായിട്ട് ചെയ്യും, മക്കൾ ആ സാക്ഷ്യത്തോടെ വീട്ടിൽ ആയിരിക്കും, മാതാപിതാക്കളും ആ സാക്ഷ്യത്തോടെ ആയിരിക്കും. അപ്പോൾ ആ വീട് എന്ത് മനോഹരമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകൾ മനോഹരമല്ലാതാകുന്നെങ്കിൽ ഇതിൻ്റെ എല്ലാം കാതലായ കാരണം കിടക്കുന്നത് നമുക്ക് പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരാവശ്യമായിട്ട് ഇത് തിരിച്ചറിഞ്ഞ് ഈ നാടുകളിൽ ജീവിക്കുവാൻ, സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെ ജീവിച്ച് സാക്ഷ്യം വഹിച്ചാലും ചിലപ്പോൾ നമ്മൾ ആത്മാവില്ലാത്തവരാണെന്ന് ചില ആളുകൾ പറയുമായിരിക്കാം. അത് സാരമാക്കേണ്ടതില്ല. കാരണം അവർക്ക് ഈ കാര്യത്തിലുള്ളതായ അറിവില്ലായ്മയിൽ പറയുന്നു എന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ പറയുന്നതിനോട് നമുക്കങ്ങനെ വിരോധം തോന്നേണ്ട ആവശ്യമില്ലല്ലോ. സൗമ്യതയും ദീർഘക്ഷമയും ഒക്കെ എന്തിൽ പെട്ടതാണ്? ആത്മാവിൻ്റെ ഫലത്തിൽ പെട്ടതാണ്. അപ്പം അങ്ങനെയുള്ള ദുരാരോപണങ്ങളുമൊക്കെ സൗമ്യതയോടെ ഉൾക്കൊണ്ട് നമുക്ക് ഈ ഭാഗത്തുള്ളതായ കുറവുകളെ മനസ്സിലാക്കി തിരുത്തി ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളുടെയും സഭകളുടെയും ഒക്കെ സാക്ഷ്യവും ചിത്രവും വളരെ വ്യത്യാസപ്പെടുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് നമ്മുടെ കർത്താവ് വരാൻ അടുത്തിരിക്കുന്ന ഈ നാളുകളിൽ ഈ സാക്ഷ്യം പറയാൻ മാത്രമല്ല, സാക്ഷ്യത്തോടെ ജീവിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഞാൻ അടുത്ത പോയിൻ്റ് അങ്ങ് പറഞ്ഞു നിർത്താം എന്ന് കരുതുന്നു. എവിടെയൊക്കെ സാക്ഷ്യം വഹിക്കണം, അത് നമ്മൾ പ്രവൃത്തി 1:8 കാണുന്നുണ്ട്. അവിടെ 3-4 സ്ഥലത്തിൻ്റെ പേരുമൊക്കെ ഉണ്ട്, അതും ഓർക്കാം. അതോട് ചേർത്ത് ചില കാര്യങ്ങൾ കൂടി നമുക്ക് ധ്യാനിക്കാനായിട്ട് ആവശ്യമുണ്ട്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സാക്ഷ്യം വഹിക്കുക എന്നുള്ളതായ ഈ വലിയ ഉത്തരവാദിത്വം ഈ തലമുറയിൽ എല്ലാ അർത്ഥത്തിലും ശരിയായി നിർവഹിക്കുവാൻ ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഇതിലൊക്കെയുള്ള കുറവുകളെ തിരുത്താനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.